കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. കർഷകന്റെ വാക്ക്, കൃഷിയുടെ കൂട്ട്. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. വികസിത് ഭാരത് സങ്കല്പയാത്ര. ഭാരത സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര. രാജ്യത്തെ 3 മേഖലകളായി തിരിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കഴിഞ്ഞ നവംബർ 15-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടപ്പാടിയിൽ നിർവഹിച്ചിരിക്കുകയാണ്. SLBCയുടെ നിർദ്ദേശപ്രകാരം ലീഡ് ബാങ്കിനൊപ്പം നബാർഡ്, റബ്ബർ ബോർഡ്, FECT, CBCN, IC, കൃഷി വിജ്ഞാൻ കേന്ദ്ര, തപാൽ, കൃഷി വകുപ്പുകൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ വിവിധ വകുപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയിൽ നവീന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർഷകർക്കായി പ്രത്യേക ഡ്രോൺ പ്രദർശനവും ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ, ആധാർ സേവനങ്ങൾ, ജനസുരക്ഷാ സ്കീമുകളുടെ ക്യാമ്പ് തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവരവിനിമയത്തിനോടൊപ്പം വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുള്ള ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ സാന്നിധ്യമുള്ള എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധികൾ അതാത് ഗ്രാമപഞ്ചായത്തിലെ യാത്രകളിലും ക്യാമ്പിലും പങ്കെടുക്കുന്നതാണ്. PM പ്രണാം സ്കീം അവബോധനം, സമീകൃത വളപ്രയോഗം, നാനോ വളങ്ങളെ പരിചയപ്പെടുത്തൽ, കാർഷിക ഡ്രോൺ ടെക്നോളജി പരിചയപ്പെടുത്തൽ മുതലായവ ഈ വികസിത് ഭാരത് സങ്കല്പയാത്രയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹരായവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകുന്നതുമായിരിക്കും. യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വിവര വിദ്യാഭ്യാസ വിനിമയ വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും ഗുണഭോക്താക്കളുടെ അനുഭവ വിവരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇങ്ങനെയാണ്: എത്തിച്ചേരാത്തവരിലേക്ക് എത്തിച്ചേരുക, സ്കൂളുകൾക്ക് കീഴിൽ അർഹതയുള്ള ദുർബലരായ ആളുകളിലേക്ക് എത്തിച്ചേരുക, വിവരണങ്ങളുടെ വ്യാപനം, പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കൽ, പൗരന്മാരിൽ നിന്ന് പഠിക്കൽ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി വ്യക്തിഗത കഥകൾ, അനുഭവം പങ്കിടൽ എന്നിവയിലൂടെ ആശയവിനിമയം, യാത്രയ്ക്കിടെ കണ്ടെത്തിയ വിശദാംശങ്ങളിലൂടെ സാധ്യതയുള്ള ഗുണഭോക്താക്കളുടെ എൻറോൾമെന്റ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പയാത്ര സമയബന്ധിതമായി എത്തിച്ചേരുന്നതാണ്. യാത്രയിൽ പങ്കാളികളാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. ഭൂമിയുടെ പുനരുദ്ധാരണം, അവബോധം, പോഷണം മെച്ചപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള പ്രധാനമന്ത്രിയുടെ പരിപാടിയെ പ്രതിനിധീകരിക്കുന്ന PM പ്രണാം സ്കീമിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഭൂമിയെ നമ്മുടെ സ്വന്തം അമ്മയെപ്പോലെ പരിപാലിക്കുന്നതിനും അതിനെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതിനുമുള്ള സവിശേഷമായ ചുവടുവെപ്പാണിത്. ഗ്രാമതലം മുതൽ നമ്മുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. സർ, PM പ്രണാമിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? PM പ്രണാമിന്റെ പ്രാഥമിക ലക്ഷ്യം കാർഷിക മേഖലയിൽ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം എന്ന സമ്മർദ്ദ പ്രശ്നം പരിഹരിക്കുക എന്നതാണ്. ഉയർന്ന ഉൽപാദനം ലക്ഷ്യമിട്ട് നമ്മുടെ മാതൃഭൂമിയെ രോഗതുരമാക്കുകയും ഉൽപാദനശേഷി കുറയ്ക്കുകയും ചെയ്യുന്ന വളങ്ങളും കീടനാശിനികളും നാം അമിതമായി ഉപയോഗിക്കുന്നു. അമിതമായ രാസ ഉപയോഗം വിവിധ ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നു. സാർ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ മണ്ണിന്റെ പോഷണ സുരക്ഷയ്ക്കായിട്ട് ഇത് സഹായിക്കുമോ? മണ്ണിന്റെ പോഷണ സുരക്ഷയ്ക്കായി ജൈവവളങ്ങൾ കൃഷിയുമായി സംയോജിപ്പിച്ച് മണ്ണ് പരിശോധന അടിസ്ഥാനമാക്കിയുള്ള സമീകൃത വളങ്ങളുടെ ഉപയോഗം നാം സ്വീകരിക്കണം. ജൈവ കൃഷിരീതികൾ, സംയോജിത കൃഷി സംവിധാനങ്ങൾ, സൂക്ഷ്മ ജലസേചനം, പുതയിടൽ, വിളപരിക്രമണം തുടങ്ങിയ വിഭവ സംരക്ഷണ സാങ്കേതിക വിദ്യകളും നാം കൃഷിരീതികളിൽ സ്വീകരിക്കണം. സുസ്ഥിര കാർഷിക രീതികളിലേക്കുള്ള ഈ മാറ്റം മണ്ണിന്റെ ഫലഭൂഷ്ഠിതയെ വർദ്ധിപ്പിക്കുകയും
പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുകയും ദീർഘകാല കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സാർ, ഇത് ഭാവി തലമുറയ്ക്കും ഉപകാരപ്പെടും അല്ലേ? നമ്മുടെ മാതൃഭൂമിയുടെ ആരോഗ്യ സുസ്ഥിരമായ കൃഷിക്കും ഭാവി തലമുറയ്ക്ക് ഭക്ഷ്യലഭ്യതയ്ക്കും വേണ്ടി ഉറപ്പാക്കണം. ഈ ദിശയിലുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങളുടെ പ്രദേശത്തെ അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം മുതലായവയ്ക്ക് ഉപയോഗിക്കാവുന്ന മതിയായ പ്രോത്സാഹനവും നൽകും. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കുട്ടനാടിന്റെ ചരിത്രം ഒരു ലഘുവിവരണം. കേരളത്തിലെ 4 പ്രധാന നദികളായ പമ്പ, മണിമല, അച്ചൻകോവിൽ, മീനച്ചിൽ എന്നിവയും വേമ്പനാട്ടുകായലും ചേർന്ന് രൂപം നൽകിയ ഡെൽറ്റ പ്രദേശമാണ് കുട്ടനാട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഭൂവിഭാഗത്തിന്റെ മൊത്തം വിസ്തൃതി 870 ചതുരശ്ര കിലോമീറ്റർ ആണ്. കുട്ടനാടിന്റെ അതിരുകൾ കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആലപ്പുഴ ജില്ലയിലെ ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലും കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി, വൈക്കം താലൂക്കുകളിലും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലുമായി ആകെ 79 റവന്യൂ വില്ലേജുകൾ കുട്ടനാട്ടിൽ ഉൾപ്പെടുന്നതായി കണക്കാക്കുന്നു. കുട്ടനാടിന്റെ ഉത്പത്തിയെക്കുറിച്ച് പല കേട്ടുകേൾവികളുമുണ്ട്. അതിൽ മുഖ്യം ചുട്ടനാട് പ്രായേണ കുട്ടനാട് ആയി മാറി എന്നതാണ്. അതായത് ചരിത്ര കാലഘട്ടങ്ങളിൽ നിബിഡ വനമായിരുന്ന ഈ പ്രദേശം കാട്ടുതീ പോലെയുള്ള കാരണങ്ങളാൽ ചുട്ടരിക്കപ്പെട്ടു എന്നും പിന്നീട് ഈ പ്രദേശം സമുദ്രത്താൽ ആവൃതമായി പോയി എന്നും കാലാന്തരത്തിൽ സമുദ്രം പിൻവാങ്ങിയപ്പോൾ അവശേഷിച്ച പ്രദേശമാണ് ഇന്നു കാണുന്ന കുട്ടനാട് എന്നുമാണ് കുട്ടനാടൻ നിലങ്ങളിലെ ഉയർന്ന ജൈവാംശവും കുട്ടനാട്ടിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും കരിനിലങ്ങളിൽ മണ്ണിൽ കാണപ്പെടുന്ന കറുത്ത മരങ്ങളുടെ അവശിഷ്ടങ്ങളും ചുട്ടനാടാണ് പിന്നീട് കുട്ടനാട് ആയതെന്ന അറിവിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നാൽ കുട്ടന്റെ നാട് ആണ് കുട്ടനാട് ആയത് എന്നാണ് കുട്ടനാട് എന്ന വാക്കിന്റെ ഉത്പത്തിയെക്കുറിച്ചുള്ള മറ്റൊരു മതം. കുട്ടൻ എന്നത് ശ്രീബുദ്ധന്റെ തദ്ദേശീയമായ വിളിപ്പേരാണ് എന്നും കരുമാടിയിലുള്ള കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധവിഗ്രഹത്തിന്റെ സാന്നിധ്യം ഈ വിശ്വാസത്തെ സാധൂകരിക്കുന്നുവെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. AD 1-ാം ശതകത്തിൽ കേരളം 5 ഭൂപ്രദേശങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നതായി ചരിത്രം. ഇവ വേണാട്, കുട്ടനാട്, കടനാട്, പൂഴിനാട്, കാർക്കനാട് എന്നിവയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന കുട്ടനാടിന്റെ വിസ്തൃതി കൊല്ലം മുതൽ കൊച്ചി വരെയായിരുന്നു. AD 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ കുട്ടനാട് ഭരിച്ചിരുന്നത് താരതമ്യേന ദുർബലരായ രാജവംശമാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ കുട്ടനാടിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ചമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണകാലമാണ്. ഈ കാലഘട്ടത്ത് കലാസാംസ്കാരിക രംഗങ്ങളിലും സാമ്പത്തികമായും കുട്ടനാട് അഭിവൃദ്ധി പ്രാപിക്കപ്പെട്ടു. ചെമ്പകശ്ശേരി രാജാക്കന്മാർ ബ്രാഹ്മണരായിരുന്നു എന്നും ഈ കാലഘട്ടത്ത് കലാസാംസ്കാരിക രംഗങ്ങളിലും സാമ്പത്തികമായും കുട്ടനാട് അഭിവൃദ്ധി പ്രാപിക്കപ്പെട്ടു. കുട്ടനാടിന്റെ കാർഷിക ചരിത്രം. കുട്ടനാടിന്റെ കാർഷിക ചരിത്രത്തിലെ സുവർണ കാലഘട്ടം ആരംഭിച്ചത് തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജകേശവദാസൻ ആലപ്പുഴയിൽ തുറമുഖം നിർമ്മിച്ചതോടുകൂടിയാണ്. പശ്ചിമഘട്ട മേഖലകളിൽ വൻതോതിൽ ഉത്പാദിപ്പിക്കപ്പെട്ടിരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള കയറ്റുമതി പ്രാധാന്യമുള്ള കാർഷിക വിളകൾ ആലപ്പുഴ തുറമുഖത്ത് എത്തിക്കപ്പെട്ടത് കുട്ടനാടൻ ജലാശയങ്ങളിലൂടെയായിരുന്നു. ഇന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെ ഭാഗമായ നഞ്ചനാട് ആയിരുന്നു അതേവരെ തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നത്. എന്നാൽ വർദ്ധിച്ചു വരുന്ന ധാന്യാവശ്യം നിറവേറ്റപ്പെടുന്നതിന് മറ്റൊരു നെല്ലറ കൂടി പടുത്തുയർത്തേണ്ടതുണ്ട് എന്നും അതിന് ഏറ്റവും അനുയോജ്യം ജലസമൃദ്ധവും ഫലഭൂയിഷ്ഠവുമായ കുട്ടനാടൻ പ്രദേശങ്ങളാണ് എന്നുമുള്ള തിരുവിതാംകൂർ ഭരണാധികാരിയുടെ തിരിച്ചറിവാണ് കുട്ടനാടിനെ കേരളത്തിന്റെ നെല്ലറ എന്ന വിളിപ്പേരിന് അർഹമാക്കി തീർത്തത്. വേമ്പനാട്ടുകായലിൽ നിന്നും മനുഷ്യാധ്വാനം മുഖേന പടുത്തുയർത്തപ്പെട്ടവയാണ് കുട്ടനാടൻ പാടശേഖരങ്ങൾ. പ്രാദേശിക ഭൂപ്രകൃതിയും ചരിത്രവും അവലംബിച്ചു പറഞ്ഞാൽ കുട്ടനാടിനെ പഴയ കുട്ടനാട് അല്ലെങ്കിൽ അപ്പർ കുട്ടനാട് എന്നും പുതിയ കുട്ടനാട് അല്ലെങ്കിൽ ലോവർ കുട്ടനാട് എന്നും രണ്ടായി തിരിക്കാം. ഇതിൽ അപ്പർ കുട്ടനാട് മുഖ്യമായും വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ നിക്ഷേപിച്ച എക്കലും മണ്ണും അടിഞ്ഞ് രൂപപ്പെട്ടതാണ്. ചില പ്രദേശങ്ങളാവട്ടെ ആഴം കുറഞ്ഞ കായൽ ഭാഗങ്ങൾ നികത്തി രൂപപ്പെടുത്തിയവയും. എന്നാൽ ലോവർ കുട്ടനാടൻ പ്രദേശങ്ങൾ പൂർണ്ണമായും ആഴം കൂടിയ കായൽ നിലങ്ങൾ നികത്തിയെടുക്കപ്പെട്ടുണ്ടാക്കിയവയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് ഈ ഭൂഭാഗങ്ങൾ രൂപം കൊണ്ടത്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം.
കുട്ടനാട് കായലിൽ നിന്നും ഉയർത്തിയെടുക്കപ്പെട്ട നാടാണല്ലോ. അത്യധ്വാനവും അതിസാഹസികതയും ഒത്തുചേർന്നെങ്കിൽ മാത്രമേ ഈ യജ്ഞം പൂർത്തീകരിക്കാൻ സാധിക്കൂ. ആയിരങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് രൂപപ്പെട്ടവയാണ് ഇന്ന് കുട്ടനാട്ടിൽ കൃഷി ചെയ്യുന്ന കായൽ നിലങ്ങൾ. കായൽ നിലങ്ങളുടെ രൂപീകരണത്തിൽ അന്നത്തെ തിരുവിതാംകൂർ ഭരണകൂടത്തിന് നിർണായക സ്ഥാനമുണ്ട്. കാരണം കായൽ നിലങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലായിരുന്നു. സർക്കാരിന്റെ അനുമതിയും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ ബൃഹത്തായ ഈ യജ്ഞം സാധ്യമാകുമായിരുന്നുള്ളൂ. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടങ്ങളിൽ ചില സ്വകാര്യ സംരംഭകർ ഈ പ്രയത്നത്തിന് സ്വമേധയാ മുതിർന്നു എങ്കിലും വമ്പിച്ച മുതൽ മുടക്കും മനുഷ്യാധ്വാനവും ആവശ്യമായതിനാൽ ഈ രംഗത്ത് കൂടുതൽ മുന്നേറാൻ അവർക്കായില്ല. ഏകദേശം 250 ഹെക്ടർ കായൽ നിലങ്ങൾ മാത്രമാണ് ഈ ആദ്യഘട്ടത്തിൽ നികത്തപ്പെട്ടത്. എന്നാൽ വർദ്ധിച്ചുവരുന്ന ഭക്ഷ്യധാന്യാവശ്യം നിറവേറ്റുവാൻ കൂടുതൽ സ്ഥലത്ത് കൃഷി തുറക്കേണ്ടതാണെന്ന തിരിച്ചറിവിൽ ഭരണകൂടം തന്നെ വിശാലമായ കായൽ ഭാഗങ്ങൾ നികത്തുന്നതിന് അനുമതി നൽകി. ഇതിനു പുറമെ 1880കളുടെ തുടക്കത്തിൽ കായൽ പ്രദേശങ്ങൾ നികത്തുന്നതിന് സർക്കാർ 4% പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുകയും ഇപ്രകാരം നികത്തിയെടുക്കപ്പെട്ട നിലങ്ങൾക്ക് ആദ്യത്തെ 5 വർഷം ഭൂനികുതി ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 1888 കായൽ നികത്തലിന്റെ 2ാം ഘട്ടവും ആരംഭിച്ചു. കാവാലം വില്ലേജിൽ ചാലയിൽ തറവാട്ടിൽ ഇരവി കേശവപ്പണിക്കർ എന്ന ജന്മി ചെന്നങ്കരി 6 കായലിൽ പതിക്കുന്ന ആറ്റുമുഖത്ത് ചിറകെട്ടി കായൽ നികത്തലിന് തുടക്കം കുറിച്ചു. ഇങ്ങനെ രൂപം കൊണ്ട കായലിൽ നിലത്തിന് ആറ്റുമുട്ട് കായൽ എന്ന് പേര് നൽകി. തുടർന്ന് പല കായൽ ഭാഗങ്ങളും നികത്തി കൃഷിസ്ഥലങ്ങളാക്കിയ അദ്ദേഹം പുളിങ്കുന്ന് വില്ലേജിലെ മതിക്കായലോടെ തന്റെ യജ്ഞം അവസാനിപ്പിച്ചു. ഈ ഘട്ടത്തിൽ രൂപം കൊണ്ട പ്രധാന കായൽ നിലങ്ങളാണ് കാവാലം വില്ലേജിലെ രാജരാമപുരം, മാണിക്യമംഗലം കായലുകൾ, കൈനഗരി വില്ലേജിലെ ആറുപങ്ക്, ചെറുകാലി കായൽ മുതലായവ. എന്നാൽ 1903 മദ്രാസ് പ്രസിഡൻസി ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് തിരുവിതാംകൂർ രാജാവ് കായൽ നികത്തൽ നിർത്തിവെച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. അമിതമായ നികത്തൽ പ്രക്രിയ മൂലം കൊച്ചി തുറമുഖ കവാടത്തിൽ മണ്ണിടിഞ്ഞ് തുറമുഖത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാകുമെന്ന ആശങ്കയെ തുടർന്നാണിത്. എന്നാൽ 1912 കായൽ നികത്തുന്നതിനുള്ള നിരോധനം പിൻവലിച്ചതോടുകൂടി നിലനികത്തലിന്റെ 3ാം ഘട്ടവും ആരംഭിച്ചു. പിൽക്കാലത്ത് കായൽ രാജാവ് എന്നറിയപ്പെട്ട മരിക്കുമൂട്ടിൽ തൊമ്മൻ ജോസഫ് എന്ന മുരിക്കൻ പ്രസിദ്ധമായ റാണി ചിത്തിര മാർത്താണ്ഡം കായലുകൾ നികത്തിയെടുത്തത് ഈ ഘട്ടത്തിലാണ്. തന്റെ ഉദ്യമത്തിന് സർവ്വവിധ പിന്തുണയും നൽകിയ അന്നത്തെ തിരുവിതാംകൂർ റീജന്റ് റാണി സേതു ലക്ഷ്മിബായിയോടുള്ള നന്ദി സൂചകമായാണ് അദ്ദേഹം താൻ നികത്തിയെടുത്ത കായൽ നിലങ്ങൾക്ക് ഇപ്രകാരം നാമകരണം ചെയ്തത്. 1ഉം 2ഉം ഘട്ടങ്ങളിൽ പെട്ടിയും പറയും ഉപയോഗിച്ചാണ് കായൽ നിലങ്ങൾ നികത്തിയെടുത്തിരുന്നതെങ്കിൽ ഈ 3ാം ഘട്ടത്തിലേത് മണ്ണെണ്ണ, ഡീസൽ കൊണ്ട് പ്രവർത്തിക്കുന്ന എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് വെള്ളം വറ്റിച്ചത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കായൽ നിലങ്ങൾ ഈ ഘട്ടത്തിൽ നികത്തപ്പെട്ടു. ഏകദേശം 5000 ഹെക്ടർ കായൽ നിലങ്ങൾ ഈ 3ാം ഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുണ്ട്. 1943 കുട്ടനാട്ടിൽ കായൽ നികത്തൽ അവസാനിച്ചു. നികത്തിയെടുക്കപ്പെട്ട നിലത്തിന് രാജകുടുംബങ്ങളുടെയോ ദിവാന്റെയോ അല്ലെങ്കിൽ നികത്തപ്പെട്ട ഭാഗത്തെ കായലിന്റെ വിളിപ്പേരോ അതുമല്ലെങ്കിൽ നികത്തിയെടുക്കുന്ന യജ്ഞത്തിൽ ഭാഗക്കാരായ പങ്കുകാരുടെ എണ്ണമായോ ആണ് പേര് നൽകിയത്. ഉദാഹരണം 6 പങ്കുകാർ ചേർന്ന് കുത്തിയതുകൊണ്ടാണ് കൈനഗരി വില്ലേജിലെ 6 പങ്കു കായലിന് ആ പേര് നൽകിയത്. കായലിൽ ജലനിരപ്പ് കുറഞ്ഞിരിക്കുന്ന വേനൽക്കാലങ്ങളിലാണ് കായൽ നികത്തൽ നടത്തിയിരുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ പെട്ടിയും പറയും ഉപയോഗിച്ചാണ് വെള്ളം വറ്റിച്ചിരുന്നത്. തുടർന്ന് മണ്ണെണ്ണ, ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രവൽകൃത മോട്ടോറുകൾ രംഗത്തു വന്നു. ആദ്യഘട്ടങ്ങളിൽ ബ്രിട്ടനിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന മോട്ടോറുകൾ അവിടെ നിന്നും ഇറക്കുമതി ചെയ്താണ് ഉപയോഗിച്ചിരുന്നത്. കൃഷി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചക്രം ചവിട്ടി വെള്ളം പാടത്തുനിന്ന് ആറ്റിലേക്കോ തോട്ടിലേക്കോ ഒഴുക്കിവിടും. മകരമാസത്തിനു മുമ്പ് വിതച്ചില്ലെങ്കിൽ കൃഷിപ്പിഴ സംഭവിക്കുക സാധാരണമായിരുന്നു. ഇതിനെ മകരക്കാൽ എന്നാണ് പറഞ്ഞിരുന്നത്. മീനം മേടമായാൽ ഉപ്പുവെള്ളവും കയറും. അതിനാൽ വളരെ ജാഗ്രതയോടെ യഥാസമയം കൃഷി ഇറക്കാൻ ശ്രദ്ധിച്ചിരുന്നു. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പായലെടുപ്പും ഇടവരമ്പ് വാരലും നടത്തും. പിന്നീട് നിലം ഒരുക്കി വിതയ്ക്കും. വിത കഴിഞ്ഞ് 3ാം ദിവസം വെള്ളം നിശേഷം വറ്റിക്കും. അപ്പോൾ മുള കിളിർത്തു പൊങ്ങിയിരിക്കും. പക്ഷികളെ അകറ്റാൻ വെടിയും പടക്കങ്ങളും ഉപയോഗിക്കും. കാറ്റാടി പരുവമാകുമ്പോൾ പുഴുക്കളുടെ ശല്യം ആരംഭിക്കും. കീടനാശിനികളും രാസവളങ്ങളും ഇല്ലാത്ത കാലമായിരുന്നതിനാൽ ഓലയുടെ അഗ്രം മാത്രം കാണുന്ന വിധത്തിൽ വെള്ളം കയറ്റി നിർത്തിയാണ് പുഴുക്കളെ നിയന്ത്രിച്ചിരുന്നത്. പുഴുക്കൾ നെല്ലോലയുടെ അഗ്രത്ത് വന്ന് ഇരിക്കും. ഈ സമയത്ത് സ്ത്രീകൾ ചൂലുമായി ഇറങ്ങി നിരന്നു നിന്ന് അടിച്ച് ഒരു വശത്തുകൂടെ നശിപ്പിക്കും. പുഴുക്കോട്ടകൾ ഉപയോഗിച്ചും പുഴുക്കളെ നശിപ്പിക്കുമായിരുന്നു. അതുപോലെ ചാണകവും ചാരവും മാത്രമായിരുന്നു വളം. വളം ഇടിയിൽ കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കുറച്ചു നടിയിൽ നടക്കും. നടിച്ചിലും വെള്ളം വറ്റിക്കലും കഴിഞ്ഞ് വീണ്ടും വളം ഇടുന്നു. പിന്നീട് കൊയ്ത്തിനു മുമ്പ് കളകൾ ഉണ്ടായാൽ പറിച്ചു മാറ്റും. കൊയ്ത്തുകാലം കുട്ടനാട്ടിൽ ഉത്സവാഘോഷം പോലെയാണ്. അരിവാളുകൾ ഉപയോഗിച്ചാണ് നിലം കൊയ്തിരുന്നത്. കുട്ടനാട്ടിലെ അന്നത്തെ നെല്ലുൽപാദനക്ഷമത പറവിത്തിന് 10 പറ എന്ന തോതിലായിരുന്നു.
അതിസങ്കീർണമായ ഈ ജൈവ വ്യവസ്ഥയിൽ അടിക്കടി ഉണ്ടാവുന്ന വിളനാശങ്ങൾ സാധാരണമായിരുന്നു. ഒരു കാലത്ത് കുട്ടനാട്ടിലെ കൃഷിവേലകൾക്കെല്ലാം തന്നെ അതത് വേലയുടെ സ്വഭാവത്തിനിണങ്ങുന്ന പാട്ടുകൾ ഉണ്ടായിരുന്നു. ചക്രപ്പാട്ട്, നടിച്ചിപ്പാട്ട്, കൊയ്ത്തുപാട്ട് എന്നിവ കൃഷിത്തൊഴിലാളികൾ സ്വയം ഉണ്ടാക്കി അവരുടെ കലാവാസനയ്ക്കനുസരിച്ച് മത്സരിച്ച് പാടുന്നവയായിരുന്നു. ചെമ്പാവ്, കറുത്തചാര, അതിക്കാരാലി തുടങ്ങിയ മൂപ്പ് കൂടിയ തനതു വിത്തുകളായിരുന്നു അക്കാലത്ത് കുട്ടനാട്ടിൽ കൃഷി ചെയ്തിരുന്നത്. ആദ്യകാലങ്ങളിൽ 3 വർഷത്തിൽ ഒരിക്കലായിരുന്നു കുട്ടനാട്ടിൽ നെൽകൃഷി. 20-ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ കൃഷി 2 വർഷത്തിൽ ഒരിക്കലായി. ഒരു വർഷം കൃഷി ഇറക്കിയാൽ മണ്ണിന്റെ സ്വാഭാവിക ഉൽപാദനക്ഷമത വീണ്ടെടുക്കുന്നതിനായി ഒരു വർഷം തരിശിടുമായിരുന്നു. പ്രകാരം ഇടുന്നതിനെ പഴനിലം എന്നാണ് പറഞ്ഞിരുന്നത്. 1940കളിൽ എല്ലാ വർഷവും കൃഷി എന്ന് നിലവന്നു. 1960കളിൽ ഒരു വർഷം 2 കൃഷി ഇറക്കുന്ന രീതി നിലവിൽ വന്നു. മെയ് ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ കൊയ്യുന്ന വിരിമഴ കൃഷി അല്ലെങ്കിൽ കുട്ടനാടൻ ഭാഷയിൽ 2ാം കൃഷി, സെപ്റ്റംബർ ഒക്ടോബറിൽ ആരംഭിച്ച് ജനുവരി ഫെബ്രുവരിയിൽ കൊയ്യുന്ന പുഞ്ചകൃഷി. 1966ലായിരുന്നു സംഘടിതമായ ആദ്യത്തെ 2ാം കൃഷി. ഒരു കൃഷി മാത്രം ഇറക്കിയിരുന്ന ആദ്യകാലങ്ങളിൽ കണിശമായും കന്നി 10 മുമ്പ്, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ വിതച്ച് ധനുവിൽ, അതായത് ഡിസംബർ ജനുവരി കൊയ്യുമായിരുന്നു. എന്നാൽ തണ്ണീർമുക്കം ബണ്ടിന്റെ നിർമ്മാണത്തോടുകൂടി ഉപ്പുവെള്ളം കയറുന്നത് നിയന്ത്രിക്കപ്പെട്ടതോടെ കുട്ടനാടിന്റെ സ്വാഭാവിക പരിസ്ഥിതി നിയന്ത്രണത്തോടൊപ്പം കൃഷിയുടെ കാലഗണനയിലുള്ള കണിശതയും നഷ്ടമായി. വിതയ്ക്കുന്നതിലുള്ള ഈ ഏകീകരണം നഷ്ടപ്പെട്ടതോടെ കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ കീടരോഗബാധകളുടെ ആധിക്യം സർവ്വസാധാരണമായി. ഒപ്പം കൂടുതൽ വിളവ് തരുന്ന വിത്തിനങ്ങളുടെ ആവിർഭാഗവും ഇതിനു വഴിതെളിച്ചു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. കേരളത്തിന്റെ നെല്ലറകളിൽ ഒന്നായ കുട്ടനാടിന്റെ അതിലോലവും സങ്കീർണവുമായ പരിസ്ഥിതിക്ക് ഹാനികരമാവാത്ത വിധത്തിൽ ഇവിടുത്തെ കാർഷിക മേഖലയിൽ നിന്നുള്ള ഉത്പാദനം വർദ്ധിപ്പിക്കുവാനും അതുവഴി സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷ ശക്തിപ്പെടുത്തുവാനും കൈക്കൊള്ളേണ്ട മാർഗങ്ങളെക്കുറിച്ച് ഡോക്ടർ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ കുട്ടനാട് കാർഷിക പാക്കേജ് എന്ന പേരിൽ പ്രസിദ്ധമായത്. കുട്ടനാടൻ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള ശുപാർശകളാണ് ഈ പാക്കേജിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മഴക്കാലങ്ങളിൽ കുട്ടനാട്ടിലെത്തുന്ന പ്രളയജലം കടലിലേക്ക് ഒഴുക്കിവിടുന്നതിനായി രൂപകൽപ്പന ചെയ്ത തോട്ടപ്പള്ളി സ്പിൽവേ 1955ലാണ് കമ്മീഷൻ ചെയ്തത്. എന്നാൽ സ്പിൽവേയിലേക്ക് തുറക്കുന്ന ചാനലിന്റെ വീതി ഈ ലക്ഷ്യം നിറവേറ്റുന്നതിന് അപര്യാപ്തമാകയാൽ അഴിമുഖം മണലടിഞ്ഞ് സ്പിൽവേയുടെ പ്രവർത്തനക്ഷമത തുലോം കുറയുകയും കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം പെട്ടെന്ന് നിയന്ത്രിക്കുന്നതിന് സ്പിൽവേ മൂലം സാധ്യമല്ലാതാവുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. ഇതിനാൽ ഓരോ വർഷവും മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ അഴിമുഖത്ത് അടിയുന്ന മണ്ണ് നീക്കം ചെയ്താണ് സ്പിൽവേയുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നത്. സ്പിൽവേയുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശുപാർശകൾ കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1967 കമ്മീഷൻ ചെയ്ത തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായലിന്റെ വീതി കുറവുള്ള ഭാഗത്തിന് കുറുകെയാണ് പണിതിട്ടുള്ളത്. 1.25 കിലോമീറ്റർ നീളമുള്ള ബണ്ട് വേനൽക്കാലത്ത് കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മിച്ചത്. തണ്ണീർമുക്കം ബണ്ടിന്റെ മുക്കാൽ ഭാഗത്ത് മാത്രമാണ് ഷട്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മധ്യഭാഗം ഇപ്പോഴും മൺചിറയായി തന്നെ തുടരുന്നു. ഈ മൺചിറ മാറ്റി 33 ഗേറ്റുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ബണ്ടിന്റെ മുഖ്യ ലക്ഷ്യം ഉപ്പുവെള്ളം കയറുന്നത് നിയന്ത്രിക്കുകയാണല്ലോ. ഇത് ഏറെക്കുറെ സാധ്യമാവുന്നുണ്ട്. ബണ്ട് നിലവിൽ വന്നതിനു ശേഷമാണ് കുട്ടനാട്ടിൽ 2ാം കൃഷി എന്നറിയപ്പെടുന്ന ഖാരിഫ് കൃഷി വ്യാപകമായത്. എങ്കിലും ബണ്ട് കുട്ടനാട്ടിൽ പല പരിസ്ഥിതി പ്രത്യാഘാതങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട്. കുളവാഴ ഉൾപ്പെടെയുള്ള പല ജലസസ്യങ്ങൾ നിയന്ത്രണാതീതമായി പെരുകിയത് ബണ്ട് നിർമ്മാണത്തിന് ശേഷമാണ്. പ്രജനനത്തിനായി കായലിലേക്ക് വരുന്ന ചെമ്മീൻ ഉൾപ്പെടെയുള്ള കടൽ മത്സ്യങ്ങളുടെ വംശവർദ്ധനവിനെ ബണ്ട് പ്രതികൂലമായി ബാധിച്ചു. കുട്ടനാട്ടിൽ ഒഴുകിയെത്തുന്നതും ഇവിടെ പാടശേഖരങ്ങളിൽ നിന്നും നിർഗമിക്കുന്നതും അല്ലാത്തതുമായ രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്നതിനും ബണ്ട് തടസ്സമായി. ആയതിനാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാത്ത വിധത്തിനും നെൽകൃഷിയുടെയും മത്സ്യകൃഷിയുടെയും താൽപര്യങ്ങൾ ഒരുപോലെ സംരക്ഷിക്കത്തക്ക വിധത്തിലും ബണ്ട് പുനഃസംവിധാനം ചെയ്യുന്നതിനുള്ള ശുപാർശകളും കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന മറ്റൊരു മുഖ്യ പ്രവൃത്തിയാണ് കുട്ടനാട്ടിലെ പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം. വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കത്തക്ക വിധത്തിൽ എല്ലാ പാടശേഖരങ്ങൾക്കും ഉറപ്പുള്ള പുറംബണ്ട് നിർമ്മിക്കാൻ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ആറുകൾ, തോടുകൾ, കുളങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ജലാശയങ്ങളുടെ നവീകരണം, കരിയാറിനു കുറുകെ ഓരുമുട്ട് നിർമ്മാണം, AC കനാൽ വിപുലീകരിച്ച് പ്രളയ ജല നിർഗമനം സുഗമമാക്കാൻ, CD ബ്ലോക്ക് കായലുകൾ, റാണി ചിത്തര കായലുകൾ എന്നിവയ്ക്ക് ഇടയിലുള്ള തടസ്സം നീക്കി ജലനിർഗമനം വേഗത്തിലാക്കി വെള്ളപ്പൊക്കം നിയന്ത്രിക്കൽ എന്നീ പദ്ധതികളും കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്നുണ്ട്. കൂടാതെ കർഷക യന്ത്രങ്ങളുടെ വിതരണം, വിത്തു സംഭരണശാലകൾ സ്ഥാപിക്കൽ, തെങ്ങുകൃഷി പുനരുദ്ധാരണം, ഹോർട്ടിക്കൾച്ചർ വികസനം, സൗജന്യ നിരക്കിൽ നെൽവിത്ത് വിതരണം, മത്സ്യക്കുഞ്ഞുങ്ങളുടെയും ഉയർന്ന പാലുൽപാദന ശേഷിയുള്ള കറവമാടുകളുടെയും വിതരണം,
കാർഷിക ക്ലിനിക്കുകൾ സ്ഥാപിക്കൽ, കീടാക്രമണ സാധ്യത മുൻകൂട്ടി അറിയിക്കുന്നതിനുള്ള സംവിധാനം, കാർഷിക മേഖലയിൽ യുവാക്കൾക്ക് പരിശീലനം നൽകൽ, പ്രാദേശിക പ്രാധാന്യമുള്ള ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയും പാക്കേജിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. കുട്ടനാടിന്റെ പരിസ്ഥിതി സംരക്ഷണത്തിന് കണ്ടലുകൾ വച്ചുപിടിപ്പിക്കുക, ജലാശയങ്ങളിൽ നിന്നും കുളവാഴ നീക്കം ചെയ്ത് ജൈവവളമാക്കി പരിവർത്തനം ചെയ്യുക എന്നീ പ്രവൃത്തിയും പാക്കേജിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നു. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 4.2% മാത്രം വരുന്ന കുട്ടനാട് മൊത്തം ജനസംഖ്യയുടെ 8% ഉൾക്കൊള്ളുന്നു. കുട്ടനാടൻ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പലവിധ പ്രതിസന്ധികൾക്കിടയിലും പ്രതിവർഷം 2.5 ലക്ഷം ടൺ നെല്ല് ഇവിടെ നിന്നും ഉത്പാദിപ്പിക്കുന്നുണ്ട്. കുട്ടനാട് പാക്കേജിൽ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിലൂടെ നെൽകൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുവാനും ഉത്പാദനം വർദ്ധിപ്പിക്കുവാനും അതുവഴി നിലവിലുള്ള നെല്ലുൽപാദനം ഇരട്ടിയാക്കുവാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനനുബന്ധമായി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക, കൂടുതൽ വരുമാനവും സമ്പാദ്യവും സാധ്യമാവുക, അങ്ങനെ കുട്ടനാടൻ ജനതയുടെ ആത്യന്തിക ജീവിത നിലവാരം മെച്ചപ്പെടുക എന്നിവയും ഈ ബൃഹത് പദ്ധതിയുടെ പൂർത്തീകരണത്തിലൂടെ സാധൂകരിക്കപ്പെടുമെന്ന് പ്രത്യാശിക്കാം. കുട്ടനാട് നെൽകൃഷിയിൽ അനുവർത്തിക്കേണ്ട ശാസ്ത്രീയ കൃഷിരീതികൾ. സീസൺ: പുഞ്ച ഒക്ടോബർ നവംബർ മുതൽ ഫെബ്രുവരി മാർച്ച് വരെ. രണ്ടാം വിള മെയ് ജൂൺ മുതൽ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ. കരിനീലം ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ നവംബർ ഡിസംബർ വരെ. ഇനങ്ങൾ: മധ്യകാല മൂപ്പിനങ്ങൾ. ഇനം ജ്യോതി, ഉമ. മൂപ്പ് 110 മുതൽ 115 ദിവസം. വിളവ് 5 to 6 ടൺ പെർ ഹെക്ടർ. ഇനങ്ങൾ: ഹ്രസ്വകാല മൂപ്പിനങ്ങൾ. രമണിക, റെഡ് ത്രിവേണി, ഓണം, ഭാഗ്യ. 95 to 105 ദിവസം മൂപ്പ്. ഇനങ്ങൾ: കരിനിലങ്ങൾ. ഇനം ഉമ, കരീഷ്മ, കൃഷ്ണാഞ്ജന. മൂപ്പ് 105 to 200 ദിവസം. വിത്തും വിതയും. വിതയ്ക്കായി 80% ആകുരണ ശേഷിയുള്ള സർട്ടിഫൈഡ് നെൽവിത്ത് ഉപയോഗിക്കുക. 1.6 കിലോഗ്രാം ഉപ്പ് 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ലായനിയിൽ 10 കിലോഗ്രാം വിത്ത് എന്ന തോതിൽ മുക്കിയെടുത്ത് അതിൽ നിന്ന് ആരോഗ്യമുള്ള വിത്ത് വിതയ്ക്കായി ഉപയോഗിക്കുക. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വിത്തിന്റെ അളവ് 22 കിലോഗ്രാം പെർ ഹെക്ടർ ആണ് വരിക. ചെടികൾ തമ്മിലുള്ള അകലം 22x12 സെന്റിമീറ്റർ, 40 ചുവട് പെർ മീറ്റർ സ്ക്വയർ. പരച്ചു നടിയിൽ 60 to 80 കിലോഗ്രാം പെർ ഹെക്ടർ. ചെടികൾ തമ്മിലുള്ള അകലം 20x10 സെന്റിമീറ്റർ, 50 ചുവട് പെർ മീറ്റർ സ്ക്വയർ. നനവിതയും. വിത്തിന്റെ അളവ് നനവിതയിൽ 100 to 125 കിലോഗ്രാം പെർ ഹെക്ടർ, 400 to 500 കതിര് പെർ മീറ്റർ സ്ക്വയർ. ഉമാവിത്തിന്റെ സൂക്ഷ്മാവസ്ഥ മാറ്റുന്നതിനായി വിത്ത് 6.5 മില്ലി നൈട്രിക് ആസിഡ് പെർ ലിറ്റർ വെള്ളത്തിൽ 8 മണിക്കൂർ മുക്കിയെടുക്കുക. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നിലമൊരുക്കൽ. സീറോ ടില്ലേജ്. ഒരുപ്പു കൃഷിയുള്ള അമ്ലത്വമില്ലാത്തതും നല്ല ഇളക്കമുള്ള മണ്ണും വേര് പടലങ്ങളിൽ വരെ കാണുന്ന പ്രദേശത്ത് സീറോ ടില്ലേജ് അനുവർത്തിക്കാം. മിനിമം ടില്ലേജ്. നിലം ഉഴുത് നിരപ്പാക്കി കുമ്മായം ചേർത്ത് കളകൾ നീക്കി 4 to 5 ദിവസം കള കിളിർപ്പിക്കുക. അതിനുശേഷം 10 ദിവസം വെള്ളം കയറ്റി നിർത്തി കളകൾ അഴുകുന്നതിനായി അനുവദിക്കുക. കുമ്മായം ചേർക്കൽ. അമ്ലത്വം അധികമുള്ള മണ്ണിൽ 60 കിലോഗ്രാം പെർ ഹെക്ടർ കുമ്മായമായി 2 ഗഡുക്കളായി മണ്ണുമായി ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നിലം നിരപ്പാക്കൽ. ഉൽപാദന വർധനവിനായി നിലം നിരപ്പാക്കൽ വളരെ പ്രധാനമർഹിക്കുന്നു. ഇത് കീടരോഗങ്ങളുടെയും കളകളുടെയും മൂലകങ്ങളുടെയും നിയന്ത്രണത്തിന് സഹായകരമായിരിക്കും. നിലം ഒരുക്കിയ ശേഷം ഒരാഴ്ച വെള്ളം കയറ്റി നിർത്തുക. അതിനുശേഷം ചിന പൊട്ടുന്ന സമയങ്ങളിൽ 2 സെന്റിമീറ്റർ താഴ്ചയിൽ വെള്ളം നിലനിർത്തുക. കതിർമണികൾ പാകമാകുന്നത് വരെ 5 സെന്റിമീറ്റർ താഴ്ചയിൽ വെള്ളം കയറ്റി നിർത്തുക. ഒരാഴ്ച ഇടവിട്ട് വെള്ളം വാർത്ത് കളഞ്ഞ് മണ്ണിലെ വായു സഞ്ചാരം സുഗമമാക്കുക. വളപ്രയോഗത്തിന് മുമ്പായി വെള്ളം വാർത്ത് കളയുക. വളപ്രയോഗം കഴിഞ്ഞ് 12 to 24 മണിക്കൂറിന് ശേഷം വീണ്ടും വെള്ളം കയറ്റുക. പിന്നീട് 4 to 5 ദിവസത്തിന് ശേഷം വെള്ളം വാർത്ത് കളയുന്നത് വഴി കൂടുതൽ മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ചെടികൾക്ക് സാധിക്കുന്നു. കർഷക ഉത്പാദക സംഘടനകൾ. ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യം കേരള
അതായത് SFAC കേരള. ചെറുകിട കർഷക കാർഷിക വ്യാപാര കൺസോർഷ്യം കേരള സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിനു കീഴിൽ കാർഷിക മൂല്യവർദ്ധനവിലൂന്നിയ മുന്നേറ്റത്തിന് സഹായകരമായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഇതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, കർഷക ഉത്പാദക സംഘടനകൾ സംബന്ധിച്ച പദ്ധതികളായാണ് പ്രധാനമായും SFAC മുഖേന നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം ആനയറയിൽ സ്ഥിതി ചെയ്യുന്ന കാർഷിക നഗര മൊത്ത വ്യാപാര വിപണിയാണ് SFAC കാര്യാലയം. ഇതുകൂടാതെ കൃഷി സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിനായി കർഷകർക്കുള്ള ഒരു ടോൾ ഫ്രീ കാർഷിക വിവര സങ്കേതം കൂടി SFACയിൽ സജ്ജമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. എന്താണ് കർഷക ഉത്പാദക സംഘടനകൾ? കാർഷിക മേഖലയിൽ ഉൽപാദന വർധനവിനും സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിപണനത്തിനും കയറ്റുമതി പ്രോത്സാഹനത്തിനും വിപണി ലഭ്യമാക്കുന്നതിനുമായി രൂപീകരിക്കുന്ന കർഷക കൂട്ടായ്മകളെയാണ് കാർഷിക ഉത്പാദക സംഘടനകൾ അഥവാ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നു പറയുന്നത്. കർഷകർക്ക് ഉയർന്ന വിലപേശൽ ശക്തി നൽകുകയും ചെയ്യുന്ന കൂട്ടായ്മകളാണ് FPOകൾ. സഹകരണ തത്വങ്ങളും കമ്പനി നിയമങ്ങളും ഉൾക്കൊള്ളുന്ന പ്രവർത്തന രീതിയാണ് പ്രൊഡ്യൂസർ കമ്പനികൾക്കുള്ളത്. അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ചെയർമാനും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും കമ്പനിയുടെ നേതൃത്വം വഹിക്കുക. കർഷക ഉൽപാദക സംഘടനകൾ വഴി മൂല്യവർദ്ധന വിപണന അവസരങ്ങൾ കർഷകർക്ക് ഒത്തൊരുമിച്ച് സംഘടിക്കുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില നൽകുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് ചെയ്ത സ്വദേശത്തും വിദേശത്തും വിൽക്കുന്നതിനും കർഷകർക്ക് ഇതിലൂടെ അവസരം ലഭിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് യഥാർത്ഥ വില കർഷകന് ലഭിക്കുന്നതിനൊപ്പം ഓഹരിക്ക് അനുസൃതമായ ലാഭം കർഷകന്റെ കൈകളിൽ തന്നെ എത്തിച്ചേരുന്ന തരത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരള കർഷക ഉത്പാദക സംഘടനാ നയം 2020. GORT നമ്പർ 431/2020 അഗ്രി തീയതി 15/5/2020 എന്ന സർക്കാർ ഉത്തരവ് പ്രകാരമാണ് കേരളത്തിലെ കർഷക ഉത്പാദക സംഘടനകളുടെ രൂപീകരണം സംബന്ധിച്ച് നയം യാഥാർത്ഥ്യമായത്. പ്രസ്തുത പദ്ധതി പ്രകാരം കേരളത്തിൽ 50 പുതിയ FPOകളുടെ രൂപീകരണവും നിലവിൽ പ്രവർത്തിച്ചു വരുന്ന 50 കർഷക ഉത്പാദക സംഘടനകളുടെ ശാക്തീകരണവുമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. കേരളത്തിൽ SFAC കേരളയെയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി നിഷ്കർഷിച്ചിട്ടുള്ളത്. അസംഘടിതരായ നാമമാത്ര ചെറുകിട കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില ലഭ്യമാക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, കാർഷിക വികസനം സുസ്ഥിരമാക്കുക, കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക തുടങ്ങിയവയാണ് 2020 കാർഷിക ഉൽപാദന നയത്തിന്റെ ലക്ഷ്യങ്ങൾ. FPO മുഖേന ലക്ഷ്യമിടുന്ന പ്രധാന സേവനങ്ങൾ: സാമ്പത്തിക സേവനങ്ങൾ, ഡിമാൻഡ് അടിസ്ഥാനമാക്കിയുള്ള ഉത്പാദനം, ഇൻപുട്ട് വിതരണ സേവനം, സംഭരണം, മാർക്കറ്റിംഗ് സേവനങ്ങൾ, ഇൻഷുറൻസ് സേവനങ്ങൾ, സാങ്കേതിക സേവനങ്ങൾ, നെറ്റ്വർക്കിംഗ്, അഗ്രോ സർവീസ് സെന്റർ, മൂല്യവർദ്ധനം, കയറ്റുമതി കൂടാതെ മറ്റ് സേവനങ്ങൾ. എങ്ങനെയാണ് FPOകൾ രൂപീകരിക്കുന്നത്? കർഷകർക്കു മാത്രമേ FPOകളിൽ അംഗത്വമെടുക്കാൻ കഴിയൂ. ഏറ്റവും കുറഞ്ഞത് 100 അംഗങ്ങൾ ഒരു കർഷക ഉത്പാദക സംഘടനയിൽ ആദ്യത്തെ വർഷം ഉണ്ടായിരിക്കണം. ക്രമേണ വർദ്ധിപ്പിച്ച് മൂന്നാമത്തെ വർഷം അംഗസംഖ്യ 500 മുതൽ 1000 വരെ ആക്കണം. ഓരോ കർഷക അംഗവും മിനിമം 2000 രൂപയുടെ ഓഹരി പ്രസ്തുത കമ്പനിയിൽ അംഗത്വം കിട്ടുന്നതിനായി എടുത്തിരിക്കണം. ഇത്തരത്തിൽ രൂപീകൃതമാകുന്ന കമ്പനിയുടെ ഗുണങ്ങൾ അതിൽ അംഗമാകുന്ന കർഷകർക്ക് ഉള്ളതാണ്. കർഷകരാണ് ഓരോ കർഷക ഉത്പാദക സംഘടനയുടെയും ശക്തി. 10 മുതൽ 20 കർഷകർ ചേരുന്ന ചെറു സംഘങ്ങൾ അതാണ് FIG. ഇത്തരത്തിൽ 12 മുതൽ 50 FIGകൾ ചേർന്നാൽ ഒരു FPOയുടെ പ്രാരംഭ പ്രവർത്തന പരിധി എന്നാൽ 2 മുതൽ 25 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ്. പൊതുവായ താൽപര്യവും ലക്ഷ്യവുമുള്ള കർഷകർ, കർഷക സ്ത്രീകൾ, യുവജനങ്ങൾ തുടങ്ങിയവരെ കണ്ടെത്തി 10 മുതൽ 20 അംഗങ്ങളെ വരെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന ഗ്രൂപ്പുകളാണ് FIGകൾ. ഇത്തരത്തിൽ സജീവമായ നിരവധി FIGകളാണ് ഒരു FPOയുടെ ശക്തിയും അടിത്തറയും. ഓരോ FIGകളിൽ നിന്നും മാസ്റ്റർ ഫാമേഴ്സിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്. കേരള സർക്കാർ വിഭാവനം ചെയ്യുന്ന കൃഷിക്കൂട്ടങ്ങൾക്ക് സമാനമായി ബൈലോ പിന്തുടരാനും സ്വതന്ത്രമായ ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കാനും ഈ FIGകൾക്ക് കഴിയും. അതിനു പുറമെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റ് ഭാരവാഹികൾ എന്നിവരെ ഉൾപ്പെടുത്തി അംഗങ്ങളുടെ വിശദാംശങ്ങൾ, ക്യാഷ് ബുക്ക്, മിനിറ്റ് രജിസ്റ്റർ തുടങ്ങിയ ആവശ്യമായ രജിസ്റ്ററുകൾ സൂക്ഷിച്ച് FIGയുടെ ഒരു ഘടന നിലനിർത്തേണ്ടതുമാണ്. പദ്ധതി മേൽനോട്ടം. കേരളത്തിലെ FPO പ്രൊമോഷൻ സ്കീം 2021 ആരംഭിച്ചു. ഇന്ന് വരെ 42 FPCകൾ വിജയകരമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉൽപാദക കമ്പനിയുടെ രജിസ്ട്രേഷൻ ചെലവ്, CEO ശമ്പളം, വാടക, വൈദ്യുതി കമ്മ്യൂണിക്കേഷൻ ചാർജുകൾ, കളക്ഷൻ സെന്റർ സ്ഥാപിക്കൽ, ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചർ, ഇക്വിറ്റി ഗ്രാന്റ്സ്, പാക്ക് ഹൗസ്, ഭക്ഷ്യ സംസ്കരണ യന്ത്രങ്ങൾ മുതലായ ഘടകങ്ങൾക്ക് ഓരോ FPOകൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും 3 വർഷത്തേക്ക് ഏകദേശം 60 ലക്ഷം രൂപ വരെ ധനസഹായമായി ലഭിക്കുവാൻ
ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഉൽപാദക കമ്പനിയുടെ വളർച്ചയ്ക്കാവശ്യമായ മികച്ച പിന്തുണയും കൈത്താങ്ങും നൽകാൻ സർക്കാർ സുതാര്യമായ ഈ ടെൻഡർ പ്രക്രിയയിലൂടെ ദേശീയ തലത്തിൽ യോഗ്യതയുള്ള കാർഷിക ബിസിനസ് പ്രോത്സാഹിപ്പിക്കുന്ന ഏജൻസികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് SFAC വഴി നടപ്പാക്കുന്ന പദ്ധതി ജില്ലാ തലത്തിൽ പ്രൊജക്ട് ഡയറക്ടർ, ആത്മ ബ്ലോക്ക് തലത്തിൽ FPC പരിധിയിലെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമാണ് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. അതുകൂടാതെ VFPCക്ക് ജില്ലാ മാനേജർ ചില ഇടങ്ങളിൽ നോഡൽ ഓഫീസർ ആയും പ്രവർത്തിക്കുന്നു. ബിസിനസ് പ്ലാൻ തയ്യാറാക്കൽ, ഫീൽഡ് ലെവൽ കർഷക സമാഹരണം, പരിശീലനം, എക്സ്പോഷർ വിസിറ്റ്, വിവിധ ലൈസൻസുകൾ സുഗമമാക്കൽ എന്നിവയിൽ പിന്തുണയ്ക്കുന്നതിനായി അഗ്രി ബിസിനസ് പ്രൊമോട്ടിംഗ് ഏജൻസികൾ പ്രൊഡ്യൂസർ കമ്പനികളുമായി നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നു. മൊത്തത്തിലുള്ള സ്കീം മോണിറ്ററിംഗിനായി ഒരു പ്രൊജക്ട് മോണിറ്ററിംഗ് യൂണിറ്റ് SFAC കേരളയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുമുണ്ട്. വികസിത് ഭാരത് സങ്കല്പ യാത്ര. ഭാരത സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്നതാണ് വികസിത് ഭാരത് സങ്കല്പ യാത്ര. രാജ്യത്തെ 3 മേഖലകളായി തിരിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇക്കഴിഞ്ഞ നവംബർ 15 തീയതി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അട്ടപ്പാടിയിൽ നിർവഹിച്ചിരിക്കുകയാണ്. SLBCയുടെ നിർദ്ദേശപ്രകാരം ലീഡ് ബാങ്കിനൊപ്പം നബാർഡ്, റബ്ബർ ബോർഡ്, FECT, CBCN, IC, കൃഷി വിജ്ഞാൻ കേന്ദ്ര, തപാൽ, കൃഷി വകുപ്പുകൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ വിവിധ വകുപ്പുകളും പരിപാടിയിൽ പങ്കെടുക്കും. കാർഷിക മേഖലയിൽ നവീന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർഷകർക്കായി പ്രത്യേക ഡ്രോൺ പ്രദർശനവും ഉണ്ടായിരിക്കും. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ, ആധാർ സേവനങ്ങൾ, ജനസുരക്ഷാ സ്കീമുകളുടെ ക്യാമ്പ് തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവരവിനിമയത്തിനോടൊപ്പം വിവിധ പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനുള്ള ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രാമപഞ്ചായത്തിൽ സാന്നിധ്യമുള്ള എല്ലാ ബാങ്കുകളുടെയും പ്രതിനിധികൾ അതാത് ഗ്രാമപഞ്ചായത്തിലെ യാത്രകളിലും ക്യാമ്പിലും പങ്കെടുക്കുന്നതാണ്. PM പ്രണാം സ്കീം അവബോധനം, സമീകൃത വളപ്രയോഗം, നാനോ വളങ്ങളെ പരിചയപ്പെടുത്തൽ, കാർഷിക ഡ്രോൺ ടെക്നോളജി പരിചയപ്പെടുത്തൽ മുതലായവ ഈ വികസിത് ഭാരത് സങ്കല്പ യാത്രയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ്, മുദ്ര, സ്റ്റാൻഡപ്പ് ഇന്ത്യ മുതലായ സ്കീമുകളിൽ അർഹരായവർക്ക് ക്യാമ്പിൽ വെച്ച് തന്നെ തത്വത്തിൽ അംഗീകാരം നൽകുന്നതുമായിരിക്കും. യാത്രയ്ക്കായി പ്രത്യേകം സജ്ജീകരിച്ച വിവര വിദ്യാഭ്യാസ വിനിമയ വാഹനത്തിൽ പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങളും ഗുണഭോക്താക്കളുടെ അനുഭവ വിവരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇങ്ങനെയാണ്: എത്തിച്ചേരാത്തവരിലേക്ക് എത്തിച്ചേരുക, സ്കൂളുകൾക്ക് കീഴിൽ അർഹതയുള്ള ദുർബലരായ ആളുകളിലേക്ക് എത്തിച്ചേരുക, വിവരണങ്ങളുടെ വ്യാപനം, പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കൽ, പൗരന്മാരിൽ നിന്ന് പഠിക്കൽ, സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി വ്യക്തിഗത കഥകൾ, അനുഭവം പങ്കിടൽ എന്നിവയിലൂടെ ആശയവിനിമയം, യാത്രയ്ക്കിടെ കണ്ടെത്തിയ വിശദാംശങ്ങളിലൂടെ സാധ്യതയുള്ള ഗുണഭോക്താക്കളുടെ എൻറോൾമെന്റ്. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസിത് ഭാരത് സങ്കല്പ യാത്ര സമയബന്ധിതമായി എത്തിച്ചേരുന്നതാണ്. യാത്രയിൽ പങ്കാളികളാകുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം.